السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله كفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أشرفا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ദീനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലും സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം റബ്ബ് പ്രദാനം ചെയ്യട്ടെ. നല്ലതായ കാര്യങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അവന്റെ മഹബ്ബത്തിലൂടെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല ദീനിന് ഉപകാരമുള്ള സമൂഹത്തിന് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. സ്വാലിഹുകളാക്കി തരട്ടെ. അല്ലാഹു നമ്മെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും കൂട്ടുകുടുംബങ്ങളെയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരെയും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ലൈവായി കൂട്ടി തന്നെ കേൾക്കുകയായിരുന്നു നിങ്ങൾ. അൽഹംദുലില്ലാഹ്, അത് എത്തിച്ചെന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഇനിയും അത്തരം നല്ല കാര്യങ്ങൾ എത്തിച്ചേരുവാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ദുൽഹിജ്ജ 1. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാസങ്ങൾക്കും ഒരേപോലെയല്ല മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ ദിവസങ്ങൾക്കും ഒരേപോലെയല്ല മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ സമയങ്ങൾക്കും ഒരേപോലെയല്ല മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാറ്റിലും വ്യത്യാസങ്ങൾ കാണാം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങൾക്ക് മറ്റ് ചില ദിവസങ്ങളേക്കാൾ, ചില സമയങ്ങൾക്ക് മറ്റ് ചില സമയങ്ങളേക്കാൾ, ചില സ്ഥലങ്ങൾക്ക് മറ്റ് ചില സ്ഥലങ്ങളേക്കാൾ, ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളേക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു വർഷത്തിൽ നിന്ന് 3 പത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മഹത്വം കൽപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 3 പത്തുകള്. അതിൽ നിന്നൊന്ന് പരിശുദ്ധമായ റമദാൻ ഷരീഫിലെ അവസാന 10. ഇതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. മറ്റൊന്ന് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ. ഇതിന് കൂടുതൽ മഹത്വമുണ്ട്. മറ്റൊന്ന് മുഹറം മാസമിന്റെ 10 ദിനങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ. ഇതിന് കൂടുതൽ പവിത്രതയുണ്ട്. റമദാൻ മാസത്തിൽ നിന്നുള്ള അവസാനത്തെ 10 അതിമഹത്വമായതാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ അതിൽ വരുന്നുണ്ട്. ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ, ഇതിൽ യൗമു തർവിയ, യൗമു അറഫ, അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം, ഉളുഹിയത്ത്, ഹജ്ജ്, തൽബിയത്ത്, മറ്റ് ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ വരുന്നു. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ഇതിലാണ് ആശൂറ നോമ്പെടുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് വിശേഷിപ്പിച്ച പ്രധാനപ്പെട്ട നോമ്പെടുക്കുവാനും ഒക്കെ ഉള്ള മാസമാണ് മുഹറം മാസം, അഥവാ മുഹറമിന്റെ 10. അതുകൊണ്ട് തന്നെ അതും മഹത്വമുള്ളതാണ് എന്നർത്ഥം. ഈ പരിശുദ്ധമായ മാസം ദുൽഖഅദ നമ്മുടെ വിട പറഞ്ഞു. ദുൽഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അടുത്ത മാസം മുഹറമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഇനിയുള്ള ദിനരാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ അല്ലാഹു തആല ബഹുമാനിച്ച ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും
ചെയ്യാൻ കടപ്പെട്ടവനാണ് സത്യവിശ്വാസി. അത് ഏത് ദിവസങ്ങളാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ദിവസങ്ങളുടെ പുണ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ദിവസങ്ങളിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതും ഒരു സത്യവിശ്വാസി അറിഞ്ഞിരിക്കണം. അതിനുള്ള ഒരു താല്പര്യം ഈ സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം. അഥവാ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ളത്, നമുക്ക് പ്രവർത്തിക്കുവാനുള്ള കാര്യങ്ങൾ എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ അഥവാ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഘടകങ്ങൾ 5 എണ്ണമാണ്. 1 ഷഹാദത്ത് കലിമ, 2 5 നേരത്തെ നിസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. എന്നാൽ ഇതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് എന്ന് പറയപ്പെടുന്ന കർമ്മത്തിന് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം അത്യുദാത്തമാണ്. ഹജ്ജ് എന്ന കർമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത് മറ്റുള്ള അമലിന്, ഇബാദത്തിന് വാഗ്ദാനം ചെയ്യുന്നത് പോലെയുള്ളതല്ല എന്നർത്ഥം. കയൗമി വലദതുഹു ഉമ്മുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഒരാൾ മഖബൂലും മബ്രൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉമ്മ അവനെ പ്രസവിക്കപ്പെട്ടതുപോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ, ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഇന്ന് പ്രസവിച്ചാൽ ആ കുട്ടിക്ക് എന്ത് ദോഷങ്ങളാണ് ഉണ്ടാവുക? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പരിചയപ്പെടുന്ന ഉദാഹരണം എത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് എഫക്ട് ചെയ്യുന്നതാണെന്ന് നോക്കണം. ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഇന്ന് പ്രസവിച്ചാൽ ആ കുട്ടിക്ക് എന്ത് ദോഷമുണ്ടാകും? ഒരു ദോഷവും ഉണ്ടാവില്ല, സമ്പൂർണമായിട്ടും ആ കുട്ടി സംശുദ്ധനായിരിക്കും. എന്നാൽ ഇതുപോലെയാണ് മഖബൂലും മബ്രൂറുമായ അഥവാ സ്വീകാര്യോഗ്യമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ഹജ്ജ് കർമ്മം, ഇങ്ങനെയുള്ള ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു അമൽ നിർവഹിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ മാസത്തിന്റെ മഹത്വം എത്രമാത്രം ശ്രേഷ്ഠകരമായതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിന്റെയും പുറമെ നമുക്കറിയാം, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. ദീർഘമായ ഒരു ആയത്ത് സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പറയുന്നു, തീർച്ചയായിട്ടും മാസങ്ങളുടെ എണ്ണം 12 ആണ്. അങ്ങനെ അല്ലാഹു തആല ആകാശഭൂമിയിലെ സൃഷ്ടിച്ച അന്ന് തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു മിൻഹ 4 ഹുറും, അതിൽ നിന്ന് 4 മാസങ്ങൾ അത്യധികം പവിത്രതയുള്ളതാണ്, മഹത്വമുള്ളതാണ്. ആ 4 മാസങ്ങൾ ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഇതിൽ നിന്ന് ദുൽഖഅദ കഴിഞ്ഞ് ദുൽഹിജ്ജ എന്ന് പറയപ്പെടുന്ന മാസത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച അതിമഹത്തായ ഒരു മാസത്തിലാണ് നാം ഉള്ളത്. അടുത്ത മാസവും അതുപോലെ തന്നെ മുഹറം. അപ്പോൾ ഈ കഴിഞ്ഞ മാസവും ഇപ്പോൾ നാം നിലകൊള്ളുന്ന മാസവും അടുത്ത മാസവും ഇതാ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഇനിയുള്ള ദിനരാത്രങ്ങൾ അതിപ്രധാനങ്ങളാണ് എന്ന് ഓരോ സത്യവിശ്വാസിയും മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുവാൻ വേണ്ടി തുനിയേണ്ടതുമാണ്, യത്നിക്കേണ്ടതുമാണ് എന്ന് സൂചിപ്പിച്ചത്. ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വം, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾക്ക് അത്യധികം ശ്രേഷ്ഠതയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പരിചയപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം ഹദീസിലൂടെ ഈ ദിവസങ്ങളുടെ സവിശേഷതകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വൽ ഫജ്രി വലയാലിൻ അശർ. വൽ ഫജ്രി പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശർ 10 രാവുകൾ തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഒരു വിഷയത്തെ പിടിച്ചുകൊണ്ട്, ഒരു കാര്യത്തെ പിടിച്ചുകൊണ്ട്, ഒരു വസ്തുതയെക്കുറിച്ച് പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോൾ അതിന് മഹത്വമുണ്ടായതുകൊണ്ടാണ്. മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള, ഉന്നതമായതുകൊണ്ട് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയുള്ളൂ. നമ്മളും അങ്ങനെ തന്നെയാണ്. മഹത്വമുള്ള വസ്തുക്കളെയോ ആളുകളെയോ സാധനങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടാണ് നമ്മളും സത്യം ചെയ്യാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് പഠിപ്പിച്ചു തരുകയും ചെയ്യുന്നു. വൽ ഫജ്രി പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശർ 10 രാവുകൾ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 10 രാവുകളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു പറഞ്ഞെങ്കിൽ ഈ 10 രാവുകൾ ഏതാണ് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എടുത്തുവെക്കുന്നുണ്ട്. 3 അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം നിരത്തിവെക്കുന്നു. ഒന്ന്, അന്നഹ അശ്റു ദിൽഹിജ്ജ ലിഅന്നഹ അയ്യാമുൽ ഇസ്തിഗാൽ ബിഹാദ നുസുകി ഫിൽ ജുംല. ഈ 10 രാവുകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളാണ്. കാരണം ആ ദിവസങ്ങളിലാണ് മർമ്മപ്രധാനമായ ഹജ്ജ് എന്ന് പറയപ്പെടുന്ന ഇബാദത്തിന്റെ, അമലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. മർമ്മപ്രധാനമായ വളരെ വിശേഷപ്പെട്ട ഹജ്ജ് കർമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദുൽഹിജ്ജ ആദ്യത്തെ 10-ലാണ്. അറഫ എന്ന് പറയപ്പെടുന്ന ആ മഹത്തായ ഭൂമിയിൽ സംഗമിക്കുന്ന അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞ, ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് പറഞ്ഞ ഈ അറഫ സംഗമം നടക്കുന്നത് ഈ ദുൽഹിജ്ജ 10-ലാണല്ലോ. അഥവാ ദുൽഹിജ്ജ 10 വരെയുള്ള ദിവസമായ 9-ലാണ്. അപ്പോൾ ഈ ദുൽഹിജ്ജ ഇവിടെ ആദ്യത്തെ 10 ദിനങ്ങളാണ് ഇതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരഭിപ്രായം. രണ്ടാമത് അന്നഹ അശ്റുൽ മുഹറം, ഇത് മുഹറം മാസത്തിന്റെ 10 ദിനങ്ങളാണ് എന്നുള്ളത്. ആശുറ ദിവസം അതിലാണ് വരുന്നത്. മൂന്നാമത്തത് അന്ന അൽ അശ്റുൽ അവാഖിർ മിൻ ശഹ്രി റമദാൻ, റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10-ആണ്. ഇങ്ങനെ 3 അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഇതിനെ സംബന്ധിച്ച് എടുത്തു വച്ചിട്ടുണ്ട്. എങ്കിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ഈ ആദ്യ വലയാലിൻ അശ്ർ 10 രാവുകൾ എന്ന് പറഞ്ഞ ഈ 10 രാവുകളെ പിടിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുമ്പോൾ അതിന് മഹത്വമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളാണ് അത് എന്ന് വെക്കുമ്പോൾ ഇതിന് ശ്രേഷ്ഠത കൂടുതലുണ്ട്, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അതിന്റെയും പുറമെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, ഇവിടെ വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ പേരിനെ പറയാൻ വേണ്ടിയും അവർ പറയുന്നതാണ് അറിയപ്പെട്ട ദിവസങ്ങൾ. അപ്പോ പ്രത്യേകമായ ചില ദിവസങ്ങളിൽ അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ദിക്ർ ചൊല്ലും എന്ന് പറയുന്ന ആ ആയത്തിന്റെ ഒരു ശകലമാണത്. ഇവിടെ പറഞ്ഞ അയ്യാമും മാലൂമാത്ത്, അല്ലാഹുവിനെ പ്രത്യേകം സ്മരിക്കുന്ന, അല്ലാഹുവിനെ പ്രത്യേകം ഓർക്കുന്ന, അല്ലാഹുവിലേക്ക് കൂടുതൽ ദിക്ർ ചൊല്ലുന്ന ആ അറിയപ്പെട്ട ദിവസങ്ങൾ, ആ ദിവസങ്ങൾ ഏതാണ് എന്നതിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്സറുൽ ഉലമായി സ്വാറു ഇല അന്നൽ അയ്യാമിൽ മാലൂമാത്ത് അശ്റു ദുൽഹിജ്ജ. അധിക പണ്ഡിതന്മാരും ഈ അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന്. ബഹുമാനപ്പെട്ട
ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ ഇതും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ഈ അഭിപ്രായക്കാരാണ്. ചുരുക്കത്തിൽ ഈ ആദ്യ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ അതിപ്രധാനങ്ങളാണ് എന്നും അതിവിശിഷ്ടമായ ദിനങ്ങളാണ് എന്നും അത്യധികം പവിത്രതകൾ ഉള്ള ദിവസങ്ങളാണ് എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഇനി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നാം പരിശോധിച്ചാൽ ഈ പരിശുദ്ധമായ രാത്രങ്ങളുടെ പവിത്രതകളെ സംബന്ധിച്ച് ധാരാളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അന്നഹു ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാം അശ്രി ദിൽ ഹിജ്ജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി തആല, അള്ളാഹുവിനിക്ക് സ്വാലിഹായ അമൽ ചെയ്യാൻ, അള്ളാഹുവിനിക്ക് സ്വാലിഹായ അമൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഇല്ല. മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിന്റെ അത്ര ശ്രേഷ്ഠത മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്കില്ല എന്ന്. ഇങ്ങനെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ ആ സൽക്കർമ്മത്തിന് അല്ലാഹു തആല നൽകുന്ന അത്ര പ്രതിഫലം വേറെ ഒരു ദിവസത്തിലും ചെയ്യുന്ന സൽക്കർമ്മത്തിനില്ല, വേറൊരു അമലിനും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താലും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം കിട്ടുകയില്ലയോ? യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം മഹത്വമുള്ളതാണ്, വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്, വലിയ പ്രതിഫലമുള്ളതാണ്. എന്നാൽ ഈ യുദ്ധം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതലായ പ്രതിഫലമാണോ ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലിന് കിട്ടുക? യുദ്ധം ചെയ്താലും ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലിന്റെ അത്ര പ്രതിഫലം കിട്ടുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനും ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലമില്ല എന്ന്. എന്നിട്ട് നബിതങ്ങൾ വീണ്ടും പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിദാലിക, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി തന്റെ ശരീരം കൊണ്ട് തന്റെ ധനം കൊണ്ട് പുറപ്പെട്ടു, പക്ഷേ അതിൽ അവൻ രക്തസാക്ഷിത്വം വരിച്ചാൽ അവനിക്ക് ഈ ദിവസത്തിൽ അമൽ ചെയ്യുന്നതിന്റെ പ്രതിഫലത്തിനോട് തുല്യമായ പ്രതിഫലം ഉണ്ട്. അപ്പൊ യുദ്ധം ചെയ്യുക എന്നുള്ള പ്രവർത്തനം ഒരു സാധാരണ പ്രവർത്തനമല്ല. അള്ളാഹുവിന്റെ വഴിയിൽ പടക്കളത്തിൽ ഇറങ്ങി സമരം ചെയ്യുക എന്നുള്ളത്, വെട്ടുകളും കുത്തുകളും ഏറ്റുകൊണ്ട് പരിക്കേറ്റുകൊണ്ട് ശത്രുക്കളോട് പൊരുതുക എന്നുള്ളത് അള്ളാഹുവിനക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അമലാണ്. പക്ഷേ ആ അമലിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഏതിനുണ്ട്? ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളുടെ പവിത്രത എത്രമാത്രം ഉദാത്തമായതാണ്, ഉത്കൃഷ്ടമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ബഹുമാനപ്പെട്ടവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അയ്യുഅബദ ഫിഹാ മിൻ അശ്രി ദിൽ ഹിജ്ജ, അല്ലാഹുവിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് അഥവാ ആരാധന ചെയ്യാനില്ല ഈ ദിവസത്തിൽ ചെയ്യുന്ന ആരാധനയേക്കാൾ. ഇങ്ങനെയുള്ള ഈ ഹദീസുകളൊക്കെ
നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾക്ക് അത്യധികം ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ഈ ദിവസങ്ങളൊക്കെ ബഹുമാനിച്ചുകൊണ്ട് അമല് ചെയ്യുവാനും പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഈ ദിവസത്തിൽ പ്രത്യേകമായി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ദിവസത്തിൽ പ്രത്യേകമായി നമുക്ക് എന്ത് സൽക്കർമ്മങ്ങളാണ്? ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും എന്നാണല്ലോ പറഞ്ഞത്. എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, സാധാരണ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം, അതുപോലെ തന്നെ ഫർള് നിസ്കാരം, കുടുംബബന്ധം ചേർക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും ഉണ്ട് എന്ന് നമുക്ക് ഈ ഹദീസുകളും ആയത്തും ഒക്കെ പറഞ്ഞു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ദിനങ്ങളെ നാം വെറുതെ വിരിഷ്ടമാക്കരുത് എന്നുള്ളതാണ് അപേക്ഷിക്കുവാനുള്ളത്. ഇനി ദിവസങ്ങളിൽ പ്രത്യേകമായും ചെയ്യുവാൻ ഉള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, യുഅദലു സൗമു കുല്ലി യൗമിൻ മിൻഹാ സിയാമ സനത്തിൻ. യുഅദലു സൗമു കുല്ലി യൗമിൻ മിൻഹാ സിയാമ സനത്തിൻ. ഈ ദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും തുല്യമാകുന്നതാണ് സിയാമസനത്തിൻ, ഒരു വർഷത്തെ നോമ്പിനോട്. ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും ഒരു വർഷത്തെ നോമ്പിനോട് തുല്യമാകും. ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടും എന്നർത്ഥം. ദിവസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്. വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ഖിയാമ ലൈലത്തുൽ ഖദ്രി. ഈ രാവുകളിൽ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരവും, ഓരോ രാവിലെ നിസ്കാരവും ലൈലത്തുൽ ഖദ്റിലെ നിസ്കാരത്തിന് തുല്യമാണ്. ഈ രാവുകളിൽ ചെയ്യുന്ന ഓരോ നിസ്കാരവും ഓരോ സൽക്കർമ്മവും ലൈലത്തുൽ ഖദ്ർ അഥവാ ഖദ്റിന്റെ രാവിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നിസ്കാരത്തിന് തുല്യമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുമ്പോൾ, ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ദിവസം പെരുന്നാളാണ്. അന്ന് നോമ്പെടുക്കാൻ പറ്റുകയില്ല. അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്. 1 മുതൽ 9 വരെയുള്ള നോമ്പ്, 1 മുതൽ 9 വരെയുള്ള നോമ്പ് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്, വളരെയധികം പ്രതിഫലമുള്ളതാണ്. ഒരു ദിവസത്തെ നോമ്പ് ഒരു വർഷത്തെ നോമ്പിനോട് തുല്യമാകും. അള്ളാഹുവാണല്ലോ പ്രതിഫലം നൽകാൻ. അള്ളാഹുവിനക്ക് പിശുക്കില്ല, ലുബ്ധതയില്ല. നമുക്കാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോ പിശുക്കും ലുബ്ധതയും. അള്ളാഹുലേക്ക് അങ്ങനത്തെ ഒരു പിശുക്കോ ഒരു കഞ്ചുസ്തരൊന്നും അള്ളാഹു തലാക്കില്ല. അള്ളാഹു തല ഉദ്ദേശിക്കുന്ന പക്ഷം അവനക്ക് വാഗ്ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ തരാൻ അവനക്ക് സന്മനസ്സുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ അപ്പോൾ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുവാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ഈ നോമ്പിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. ഏത് സൽക്കർമ്മങ്ങൾക്കും കൂടുതൽ കൂലിയുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞുവെങ്കിൽ ഈ നോമ്പിന്റെ കാലം പ്രത്യേകം ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. പക്ഷെ അള്ളാഹു തആല ഉത്തരം നൽകിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി ദഅവതു ഫലം തുജിബ് ദഅവതി. എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് ദുആ ചെയ്തു, പക്ഷേ നീ എന്റെ ദുആക്ക് ഉത്തരം നൽകിയില്ല. എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ. ഞാൻ ചോദിച്ച കാര്യം എനിക്ക് സാധിച്ചു തന്നേ മതിയാവൂ. എന്റെ മുറാദ് സഫലമാക്കി തന്നേ മതിയാകൂ. പക്ഷേ നീ എനിക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ. എന്റെ അടുക്കൽ എന്ത് സംഭവിച്ചു? വല്ല അദബുകേടും സംഭവിച്ചു പോയോ? എന്റെ ദുആയിൽ വല്ല ന്യൂനതയും സംഭവിച്ചു പോയോ? ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ദുആക്ക് ഉത്തരം കിട്ടണം. ആയതുകൊണ്ട് ഫഅല്ലിംനി ശൈഅൻ അദ്ഉക ബിഹി. അല്ലാഹുവേ, ഞാൻ എന്ത് ചെയ്യണം?
നിന്നോട് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, ഏത് മാർഗമാണ് ഞാൻ ദുആയുടെ വിഷയത്തിൽ അവലംബിക്കേണ്ടത് എന്ന് എനിക്ക് നീ അറിയിച്ചതാ, എങ്കിൽ ഞാൻ ആ വഴിയിലൂടെ നീങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹി നൽകി, യാ മൂസ ഇദാ ദഖല അയ്യാമുൽ അശ്രി മിൻ ദിൽഹിജ്ജ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ മൂസ, ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ നിന്നിലേക്ക് കടന്നു വന്നാൽ ഖുൽ നീ പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ അങ്ങനെ ചൊല്ലിക്കോ. അഖ്ളി ഹാജതക, അഖ്ളി ഹാജതക, നിന്റെ ആവശ്യം ഞാൻ സഫലമാക്കി തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു. ഇതിലൊക്കെ നമുക്ക് പാഠം പഠിക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം എന്നർത്ഥം. നമുക്കൊക്കെ പലവിധ ഉദ്ദേശങ്ങളും ഉണ്ടാവാം. പുറത്തു പറയാൻ പറ്റുന്ന ഉദ്ദേശങ്ങൾ, പുറത്തു പറയാൻ പറ്റാത്ത ഉദ്ദേശങ്ങൾ, സ്വകാര്യമായ ഉദ്ദേശങ്ങൾ, അല്ലാത്ത ഉദ്ദേശങ്ങൾ. എന്നാൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല ദുആ സ്വീകരിക്കുവാൻ വേണ്ടി പറഞ്ഞുകൊടുത്ത ഈ മര്യാദ നാം പാലിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, നമുക്ക് നമ്മുടെ ഉദ്ദേശം സഫലമായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലുഹ, അള്ളാഹുവേ എല്ലാ അടിമകളും അത് പറയുന്നുണ്ടല്ലോ, എല്ലാ അടിമകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ മൂസ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ഹാദിഹിൽ അയ്യാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ആരെങ്കിലും പറഞ്ഞാൽ മറത്തൻ ഒരു പ്രാവശ്യം, ലൗ wudi'atis samawati as-sab'u wal arduna as-sab'u fi kaffatil mizan, ആകാശഭൂമികളും 7 ആകാശങ്ങളും 7 ഭൂമികളും മീസാൻ എന്ന് പറയപ്പെടുന്ന തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും വലാ ഇലാഹ ഇല്ലല്ലാഹു ഫിൽ കഫത്തിൽ ഉഖറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഈ ദിവസത്തിൽ പറഞ്ഞ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അതേ മീസാനിന്റെ മറുതട്ടിൽ വെക്കുകയും ചെയ്താൽ ലസഖുലത് വറജഹത് ഹാദിഹിൽ മഖാലത്തു അലൈഹിന്ന ജമീഅ. ലസഖുലത് വറജഹത് ഹാദിഹിൽ മഖാലത്തു അലൈഹിന്ന ജമീഅ. ഈ 7 ആകാശങ്ങളെക്കാളും ഈ 7 ഭൂമികളെക്കാളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വെക്കപ്പെട്ട തട്ട് ഖനം തൂങ്ങുന്നതാണ്, മുൻതൂക്കമാകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഈ ദിവസങ്ങളിൽ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റിനിക്ക് ആകാശഭൂമികളെക്കാൾ ഖനമുണ്ട് എന്നർത്ഥം. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെ അറിയിച്ചത് എന്നർത്ഥം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ സാധിക്കും? 100 പ്രാവശ്യം, 1000 പ്രാവശ്യമോ 5000 പ്രാവശ്യമോ? പ്രധാനപ്പെട്ട വല്ല ഉദ്ദേശങ്ങളുമുണ്ടോ? ഒരു 10000 പ്രാവശ്യമോ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ആത്മാർത്ഥമായി ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ചൊല്ലി റബ്ബിനോട് ചോദിക്കുന്ന പക്ഷം അള്ളാഹു നമ്മുടെ ഉദ്ദേശം സഫലമാക്കി തരും എന്നാണ് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്തു അതൂഫു ബി മഖാബിറിൽ മുസ്ലിമീന ഫിൽ ബസറത്തി മിൻ ലയാലി ദിൽഹിജ്ജ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ ഒരിക്കൽ ബസറയിൽ ഉള്ള ഒരു മുസ്ലിം ഖബർസ്ഥാനിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, അങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. ബസറയിലുള്ള ഒരു മുസ്ലിം ഖബർസ്ഥാനിലൂടെ ഞാൻ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ എന്നാണ് സംഭവം, മിൻ ലയാലി ദിൽഹിജ്ജ, ദുൽഹിജ്ജയുടെ രാവുകളിൽ. ഫഇദൻ നൂറുൻ ഫീ ഖബ്രി റജുലിൻ, ആ സമയത്ത് ഒരു വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന്
ഒരു സുന്ദരമായ പ്രകാശം ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് ആ ഭാഗത്ത്, ആ ഖബറിന്റെ ഭാഗം ഇങ്ങനെ പ്രകാശമാനമായതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ധാരാളം ഖബറുകളുണ്ട്. ഒരു ഖബറിന്റെ ആ ഭാഗത്ത് നല്ല പ്രകാശം. ഇത് കണ്ടപ്പോൾ ഫവഖഫ്തു മുതഫക്കറൻ, ഞാൻ ചിന്താനിമഗ്നനായി, ഞാൻ വിസ്മയിച്ചുകൊണ്ട് അവിടെ നിന്നുപോയി. ഈ ഖബറിന്റെ ഭാഗത്തുള്ള പ്രകാശം കണ്ട് വിസ്മയിച്ചുകൊണ്ട് ഞാൻ അത്ഭുതം കൂടെ അവിടെ നിൽക്കുമ്പോൾ ഫഇദൻ സൗത്തുൻ ആലിൻ യഖൂലു യാ സുഫിയാൻ അലൈക ബിസിയാമി അശ്രി ദിൽഹിജ്ജ. ആ സമയത്ത് ഒരു അജ്ഞാത ശബ്ദം, ഒരു ഉയർന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. എന്താണ്? യാ സുഫിയാൻ അലൈക ബിസിയാമി അശ്രി ദിൽഹിജ്ജ, സുഫിയാനെ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിനങ്ങളിൽ നീ നോമ്പെടുത്തു. എന്നാൽ ഇതുപോലെയുള്ള പ്രകാശം നിനക്കും നൽകപ്പെടും എന്ന് ആരോ വിളിച്ചു പറയുന്നതായിട്ട്, ആരോ ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറയുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു. എന്താ സുഫിയാനെ അന്തം വിട്ട് നിൽക്കുന്നത്? ദുൽഹിജ്ജ 10 ദിവസങ്ങൾ വന്നാല് നോമ്പെടുത്തോ, എന്നാൽ ഇതുപോലെയുള്ള പ്രകാശം നിനക്കും കിട്ടും എന്നതുപോലെയുള്ളൊരു ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചുവെന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. കുഞ്ഞുങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിൽ അഥവാ 9 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ഖബറിൽ പ്രകാശമുണ്ടാകും. ഖബറിന്റെ ഉൾഭാഗത്തുള്ള പ്രകാശം, ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് ഖബറിൽ പ്രകാശമുണ്ടാവാൻ കാരണമാണ്. എന്നാൽ ഖബറിന്റെ ഉൾഭാഗത്തുള്ള പ്രകാശം ഖബറിന്റെ പുറഭാഗത്തേക്ക് വരെ വ്യാപിക്കുമാർ പരന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ദിവസത്തിലെ നോമ്പ് എത്രമാത്രം മഹത്തായതാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട്, അഥവാ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചാൽ അതിന് കിട്ടുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ബഹുമാനിച്ചാൽ അവനെ 10 കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കുമെന്ന്. ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചാൽ 10 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബഹുമാനിക്കും. ഒന്ന്, അൽ ബറക്കത്തു ഫീ ഉമരിഹി, തന്റെ വയസ്സിൽ ബറക്കത്തുണ്ടാകും എന്നുള്ളത്. വയസ്സിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു 100 കൊല്ലം വരെ, ഒരു 110 വർഷം വരെ ജീവിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഉള്ള വയസ്സിൽ ബറക്കത്ത്, വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ, ദുരിതങ്ങളൊന്നുമില്ലാതെ, പ്രയാസങ്ങളൊന്നുമില്ലാതെ, ക്ലേശഭൂയിഷ്ടമായ ജീവിതം ഇല്ലാതെ സുന്ദരമായി ജീവിക്കുവാനുള്ള ഒരു തൗഫീഖ്, ആഫിയത്തോടുകൂടെ അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ദീർഘായുസ്, അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട്, പ്രയാസപ്പെട്ട്, രോഗം ബാധിച്ച്, രോഗശൈലിയിൽ കിടന്ന് നരകിച്ച്, വേദനിച്ച്, അങ്ങനെയുള്ള ഒരു ജീവിതം അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതല്ല ബറക്കത്ത്. കുറെ ആയുസ്സുണ്ടായിട്ട് കാര്യമില്ല, കഷ്ടപ്പാടും പ്രയാസം മാത്രമാണ് എങ്കിൽ അവസാനം മരിക്കാനേ തോന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീ, ആ സ്ത്രീ 5 നേരം നിസ്കരിക്കുന്ന സ്ത്രീയായിരുന്നു. എല്ലാ നല്ല കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ചെയ്യുന്ന സ്ത്രീ തന്നെയായിരുന്നു. ഈ സഹോദരിക്ക് രോഗം ബാധിച്ചു, രോഗം മൂർച്ഛിച്ചു. ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കിടപ്പിലായി. എഴുന്നേൽക്കുവാൻ പ്രയാസമാണ്, നടക്കുവാൻ പ്രയാസമാണ്, ഇരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ വളരെ പ്രയാസമാണ്. അവസാനം ഇത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയപ്പോൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി തുടങ്ങി, പടച്ചവനെ, നീ എന്നെ എന്താ വിളിക്കാത്തത്? പല സമയത്തും മരണവാർത്തയുമായി റോട്ടിലൂടെ അനൗൺസ്മെന്റ് ചെയ്ത് വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ സ്ത്രീ പറയുമായിരുന്നുവെത്രേ, എല്ലാ ചണ്ടിയും ചരക്കും പടച്ചവൻ കൊണ്ടുപോയി, ഇന്നെന്താ പടച്ചവൻ കൊണ്ടുപോകാത്തത്? മരിക്കാനൊരു പേടിയൊന്നുമില്ല. കാരണം കഷ്ടപ്പെട്ട് എടങ്ങേറായിട്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവസാനം ആ സ്ത്രീ ഒരു ദിവസം അർദ്ധരാത്രി
എല്ലാവരും സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഇഴഞ്ഞെഴഞ്ഞ് ഞെരങ്ങി നീങ്ങി അതിന്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് വന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു നിർത്തും. നഊദുബില്ല, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആ മക്കൾ ആകെ 2 ആൺമക്കളാണ് ഉള്ളത്, പെൺമക്കൾ ഇല്ലതാനും. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ കിണറ്റിൽ നിന്നും ആ മയ്യത്ത് കരക്ക് കയറ്റിയത്. ചിന്തിച്ചു നോക്കണം, ഒരു മനുഷ്യൻ രോഗത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇടങ്ങേറാകുമ്പോൾ പിന്നെ മരിക്കാനേ തോന്നുള്ളൂ. പിന്നെ ദീർഘായുസുണ്ടാകാൻ ആരും ചേർക്കൂല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആ മഹദിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. ആത്മഹത്യ ചെയ്യുക എന്നത് വലിയ തെറ്റാണ്. ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റാണെന്ന് മാത്രമല്ല, ഇവിടെ എന്തുകൊണ്ടാണോ ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അതേ രൂപത്തിൽ അള്ളാഹു അവനെ പരലോകത്ത് വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉസിബ ബിഹി ഫീ നാരി ജഹന്നം എന്ന്. ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ, സ്വന്തം ശരീരത്തെ ഒരാൾ കൊന്നാൽ അവനെ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നതാണ്. ഏത് രൂപത്തിലാണോ അവൻ ആത്മഹത്യ ചെയ്തത്, അവൻ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച മാർഗം, സ്വീകരിച്ച മാർഗം ഏതാണോ അതേ മാർഗം കൊണ്ട്, അതേ വിഷയം കൊണ്ട് അള്ളാഹു അവനെ നരകത്തിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടും. ഒരാൾ വിഷം കുടിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടാണ് മരിച്ചത് എങ്കിൽ നരകത്തിൽ വെച്ചുകൊണ്ട് വിഷം കുടിച്ച് വീണ്ടും കുടിപ്പിക്കപ്പെട്ട് ഒരാൾ ഒരു ട്രെയിനിന് മുമ്പിൽ തലവെച്ചു എങ്കിൽ തല ചതഞ്ഞരിയുന്ന അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആ രൂപത്തിലാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ പരലോകത്ത് വെച്ചുകൊണ്ട് അതേ ശിക്ഷ നൽകിക്കൊണ്ട് വീണ്ടും ആ നരകത്തിന്റെ തീജ്വാലകൾ അവനെ കാർന്ന് തിന്നുന്നതിന് പുറമെ ഇതേ ശിക്ഷ കൊണ്ട് പ്രത്യേകമായ ശിക്ഷ നൽകപ്പെട്ടുകൊണ്ട് അവനെ ശിക്ഷിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അപ്പോൾ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായി കുറെ കാലം ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. വയസ്സിൽ ബറക്കത്ത് വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവനെ എന്റെ വയസ്സിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന്, ദീർഘായുസ് നൽകണമെന്ന് മാത്രം വരുന്ന പോരാ. ദീർഘായുസ് ആഫിയത്തോടുകൂടെ പോരാ, അള്ളാഹു തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് എന്ന് പറയണം. അള്ളാഹു തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ദീർഘായുസ് കൊണ്ട് നല്ല സുഖമുണ്ട്, ആരോഗ്യമുണ്ട് പോരാ. ദീർഘായുസ് ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല. മറിച്ച് അള്ളാഹു തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് ഉണ്ടാവണം. ഇത് പ്രത്യേക ശ്രദ്ധ. പല ആൾക്കാരും ദുആ ചെയ്യാറുണ്ട്, ദീർഘായുസോടെ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അത് മാത്രം പോരാ കേട്ടോ, പോരാ. നമ്മൾ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആഫിയത്തോടുള്ള ദീർഘായുസം മാത്രം പറഞ്ഞാൽ പോരാ. ഇബാദത്തിലൂടെ, ത്വാഅത്തിലൂടെ, അള്ളാഹുവിന്റെ മഹബ്ബത്തിലൂടെയുള്ള ദീർഘായുസം നൽകണേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. അത് കൂട്ടുവാൻ വേണ്ടി നമ്മൾ ഒന്നിരിക്കൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതല്ലെങ്കിൽ അത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു ഒരാൾ കഷ്ടപ്പെടുമ്പോൾ പടച്ചവനെ ആഫിയത്തോടുകൂടെ ത്വാഅത്തിനായിക്കൊണ്ട് പടച്ചവനെ ദീർഘായുസ് നൽകണേ, അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വാഅത്തിലൂടെ, അവന് വഴിപ്പെട്ടുകൊണ്ട്, അവന്റെ മഹബ്ബത്തിലൂടെ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആത്മഹത്യ ചെയ്യൽ വലിയ തെറ്റാണ് എന്നതിനെ സംബന്ധിച്ച് നിരവധി ഹദീസുകളുണ്ട്. പക്ഷെ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ നീങ്ങുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 കാര്യങ്ങൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചവനെ ബഹുമാനിക്കും. 1, തന്റെ വയസ്സിൽ ബറക്കത്ത്. 2, വസിയാദതു ഫീ മാലിഹി, തന്റെ ധനത്തിൽ വർധനവ്, സമ്പത്തിൽ വർധനവ്. അവനിക്ക് ജോലിയുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, പക്ഷെ വർധനവില്ല എങ്കിൽ, അതല്ലെങ്കിൽ ദാരിദ്ര്യമാണ് എങ്കിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. തന്റെ സമ്പത്തിൽ വർധനവുണ്ടാവാൻ, അഥവാ തന്റെ ധനാഗമന മാർഗം പുരോഗമിച്ചു കിട്ടാൻ, ധനസമ്പാദന വഴി മെച്ചപ്പെട്ടു കിട്ടാൻ അതിന് പര്യാപ്തമാണ് ഈ ദിവസങ്ങളിൽ ഉള്ള നോമ്പ്. വൽഹിഫ്ളു ഫീ ഇയാലിഹി, മൂന്നാമത്തത് തന്റെ സന്താനങ്ങളിൽ ഉള്ള സംരക്ഷണം. സന്താനങ്ങളെ അള്ളാഹുവിന്റെ ഹിഫ്ളിൽ അവനാക്കുമെന്ന,
സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സന്താനങ്ങളെ സംബന്ധിച്ച എല്ലാ സമയത്തും ചിന്ത. കാരണം നാട്ടിൽ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടാകും. ഭാര്യയും ഭർത്താവും ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ ഉണ്ടാവും. പിന്നെ എപ്പോഴും ചിന്ത, അവളെന്ത് കാട്ടി, അവനെന്ത് കാട്ടി, എന്തെങ്കിലും കാട്ടുന്നുണ്ടോന്നാവോ, പഠിക്കുന്നുണ്ടോന്നോ, അല്ല കുതിര കളിക്കാണോ. ഒരു നല്ലൊരു സെറ്റ്, നല്ലൊരു മൊബൈൽ സെറ്റും കൊടുത്തിട്ട് അവിടെ വിടുകയാണ്. എവിടെയോ ദൂരെ ഭൗതികം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂര ദിക്കിലേക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് വിട്ടാൽ ആ മകള് പിന്നെ എന്ത് ചെയ്യുന്നു, ആ മകന് പിന്നെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പറയാം, അത് വിളിക്കാറുണ്ട്, മക്കളെ വിളിക്കാറുണ്ട്, എന്നും വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും. പക്ഷെ ഇവർക്ക് മാത്രമാണോ വിളിക്കുന്നത്? മാതാപിതാക്കൾക്ക് മാത്രമാണോ വിളിക്കുന്നത്? അതറിയാനുള്ള മാർഗമല്ലല്ലോ. അവളുടെ സെറ്റ് ഉപയോഗിച്ച് അവൾ ആർക്കെല്ലാം വിളിക്കുന്നു, അവന്റെ സെറ്റ് ഉപയോഗിച്ച് അവൻ ആർക്കെല്ലാം ഫോൺ ചെയ്യുന്നു, ഇതറിയാൻ എന്തുണ്ട് മാർഗം? സെറ്റ്, അടിപൊളി സെറ്റ്, എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സെറ്റാണ് കൊടുക്കും. എന്നിട്ട് എന്താ പറയുക, എന്നും വിളിക്കും. ചിലപ്പോ കാണലും ഉണ്ട്, ഉണ്ടോ? ഇപ്പൊ എല്ലാ സംവിധാനം ഉണ്ടല്ലോ, കാണാനും വിളിക്കാനും കേൾക്കാനും ഒക്കെ. പക്ഷേ ആ സമയത്തല്ലേ കാണാനും കേൾക്കാനും സാധിക്കുള്ളൂ. അതാണ് ഓഫാക്കി കഴിഞ്ഞ് മറ്റാളുകളുമായി ബന്ധപ്പെടുമ്പോൾ പിന്നെ കണക്ഷൻ വേറെയായി. മക്കളെയൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി വിടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. സ്വന്തം പെൺമക്കളെ ദൂരെ ദിക്കിലേക്ക് ഭൗതികം പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ട് അവസാനം അവൾ തിരിച്ചു വരുമ്പോൾ പറയുന്നത്, എനിക്ക് ഇന്ന ഭർത്താവ് മതി, ഇന്ന ആളൊപ്പം മാത്രമേ ഞാൻ പോവുള്ളൂ, എനിക്ക് വേറെ ഭർത്താവിനെ അന്വേഷിക്കണ്ട എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഭർത്താവ് ഒരിക്കലും കുഫു വെക്കാത്തവനാണ് എങ്കിൽ, ഒരിക്കലും ഈ കുടുംബത്തോട് യോജിക്കാത്തവനാണ് എങ്കിലും ആ ഭർത്താവിൽ ആ വ്യക്തിക്ക് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ഗതികേട് വന്ന എത്ര അനുഭവ സംഭവങ്ങളുണ്ട്. ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. ദീന് കൊടുക്കുന്നില്ലല്ലോ. നീ എല്ലാ ദിവസവും ഖുർആൻ ഓതിയോ, ദിക്ർ ചൊല്ലോ, ഇന്ന ദിവസം എത്ര ജുസ് ഓതി, എത്ര ദിക്ർ ചൊല്ലി, അത് ചോദിക്കുന്നില്ല. അത് ചോദിക്കണമെങ്കിൽ ആദ്യം ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. നമ്മുടെ മക്കളെയൊക്കെ ഏതെങ്കിലും, പ്രത്യേകിച്ചും പെൺമക്കളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മുടെ മനസ്സിൽ നല്ലൊരു ചിന്ത ഉണ്ടാകും. ഒരു പിതാവിന്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹവും ഒരു ചിന്തയും ഒരു ജിജ്ഞാസയും ഉണ്ടാകും. എന്ത്? നല്ലൊരു ഭർത്താവിന്റെ കൂടെ, നല്ല ജോലിയുള്ള, നല്ല ശമ്പളമുള്ള, നല്ല രൂപത്തിൽ ജീവിക്കുന്ന, സ്വാലിഹായി ജീവിക്കുന്ന ഒരു ഭർത്താവിന്റെ കൂടെ കെട്ടിച്ചയക്കണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാകും. പക്ഷെ നടക്കൂല, സംഭവം നടക്കൂല. കാരണം ഓള് പഠിച്ചപ്പോ പിടുത്തം വിട്ടു. നീ വാപ്പനെ നോക്കണം, എനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, എന്നെ നോക്കാൻ എനിക്കറിയും എന്നുള്ള മറുപടിയാ. പിന്നെ അവൾ തെരഞ്ഞെടുക്കുന്ന ഏത് കോന്തനായാലും, അവൾ തെരഞ്ഞെടുക്കുന്ന ഭർത്താവിന്റെ കൂടെ ഗതിയില്ലാതെ കെട്ടിച്ചയക്കേണ്ട ഗതികേട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എത്രയെത്ര പണക്കാര്, പൈസക്കാര് കണ്ണുനീർ കുടിക്കുന്നുണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ. മക്കളെ പൈസ കൊണ്ട്, പണത്തിന്റെ പവർ കൊണ്ട് പഠിപ്പിച്ചാൽ വിട്ടതാ എന്ത് ഭൗതിക വിദ്യാഭ്യാസം. മക്കളെ പണത്തിന്റെ പവർ കൊണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി വിട്ടതാ. പക്ഷെ അവസാനം ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത വിധം ലജ്ജിച്ച് തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് ഈ പണക്കാരന്റെ മക്കൾക്ക് വരുന്നില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ദീനി വിദ്യാഭ്യാസം കൊടുക്കാതെ മക്കളെ ദൂരെ ദിക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ട്, വലിയ ഉയർന്ന പഠനം നൽകുവാൻ വേണ്ടി വിട്ടിട്ട് അവസാനം ജനങ്ങളുടെ ഇടയിൽ അപമാനിതനായി നടക്കേണ്ട ഗതികേട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ കാവലിലാക്കണം, അള്ളാഹുവിന്റെ ഹിഫ്ളിലാക്കണം, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാക്കണം. അതിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട, ആ വഴിയുമായി ബന്ധപ്പെട്ട അറിവ് നൽകണം. അതിനുള്ള മാർഗങ്ങൾ നമ്മളും സ്വീകരിക്കണം. ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ അഥവാ 9 ദിവസങ്ങൾ നോമ്പെടുത്താൽ അവന്റെ മക്കളിൽ അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ടാകും. നമ്മളും നമ്മുടെ മക്കളുമൊക്കെ വാഹനം കയറി പോകുന്നവരാ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാ. എന്തെല്ലാം അപകടങ്ങൾ
ഒരു മകൻ ഒരു ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ ആ ബൈക്ക് വാങ്ങിക്കൊടുക്കാനായി പോയി. എന്നിട്ടോ ഇവന്റെ പ്രായത്തിനൊത്ത് ആ ബൈക്കിൽ അവൻ സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം അപകടങ്ങൾ! അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ പിഴച്ചു പോകുക, അപകടത്തിൽ വിട്ടുപോവുക, എല്ലാറ്റിൽ നിന്നും സംരക്ഷണം ഉണ്ടാകണം. അള്ളാഹുവിനോട് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യണം. ദുൽഹിജ്ജയുടെ ആദ്യ ദിനങ്ങളിൽ നോമ്പെടുത്താൽ തന്റെ സന്താനങ്ങളിൽ അള്ളാഹു സംരക്ഷണം നൽകും. 4-ാമത്തേത് വത്തക്ഫീറു ലിസയ്യിആതിഹി, തന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടുന്നതാണ്. ദോഷങ്ങൾ പുറത്തു കിട്ടാൻ പര്യാപ്തമായതാണ് ഈ ദിനങ്ങളിലെ നോമ്പ്. വത്തളൈഫു ലിഹസനാതിഹി, തന്റെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്തോ ആവട്ടെ, മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലെയല്ല. ധർമ്മം ചെയ്യുകയാണെങ്കിലും കുടുംബബന്ധം പാലിക്കുക, സത്യം പറയുക, അയൽവാസികളുമായി നല്ല നിലയിൽ പെരുമാറുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക തുടങ്ങി എന്ത് സൽക്കർമ്മങ്ങളും മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഈ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ പ്രതിഫലം ലഭിക്കും, ഇരട്ടിക്കിരട്ടി പ്രതിഫലം ലഭിക്കും. വത്തസ്ഹീലു ലിസകറാത്തി മൗതിഹി, വത്തസ്ഹീലു ലിസകറാത്തി മൗതിഹി, തന്റെ മരണത്തിന്റെ വേദന ലഘുവായി കിട്ടാൻ പര്യാപ്തമാണ് ഈ ദിനങ്ങളിലെ നോമ്പ്. തന്റെ വേദനയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഏത് വേദനയിൽ നിന്നും ഒരുപക്ഷെ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ, അതല്ലെങ്കിൽ ആ വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്താൽ ഒരുപക്ഷെ വേദന ഇല്ലായ്മ ചെയ്യാം, അതല്ലെങ്കിൽ വേദന കുറഞ്ഞു കിട്ടും. പക്ഷേ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, അനുഭവിച്ചേ മതിയാകും. ജനിച്ചുപോയി, ഇനി രക്ഷയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അഖില ശരീരങ്ങളും പ്രാണത്യാഗ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ദാഖ എന്ന് പറഞ്ഞ എന്താർത്ഥം നടത്തോ? രുചിച്ചു എന്നർത്ഥം. പഞ്ചസാരയുടെ മധുരം നാം രുചിക്കുന്നു, പുളിയുടെ പുളി നാം രുചിക്കുന്നു, ഉപ്പിന്റെ രുചി നാം രുചിക്കുന്നു, മുളകിന്റെ എരിവ് നാം രുചിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അങ്ങേയറ്റം മനസ്സിലാവേണ്ട രൂപത്തിൽ പ്രത്യേകമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന രുചിച്ചേ മതിയാകൂ അഖില ശരീരങ്ങളും. അപ്പോൾ ജനിച്ചതുകൊണ്ട് ഇനി ആ ഒരു വേദന തിന്നാതിരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നർത്ഥം. അഥവാ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അത് ലോകത്തിന്റെ നേതാവായ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വഫാത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞത് ഇന്നലിൽ മൗത്ത് സക്കറാത്ത്, തീർച്ചയായിട്ടും മരണത്തിന് വേദനയുണ്ട് കേട്ടോ ആയിഷ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ വഫാത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല, പക്ഷേ പരമാവധി കുറഞ്ഞു കിട്ടുവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുക. വത്തസ്ഹീലു ലിസകറാത്തി മൗതിഹി, തന്റെ മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരൽപ്പം ലഘൂകരണം കിട്ടുമെന്നർത്ഥം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മരണസമയത്തിലെ വേദനയിൽ നിന്ന് അള്ളാഹു പരമാവധി നമുക്ക് ലഘൂകരണം പ്രദാനം ചെയ്യട്ടെ. വള്ളിയാഉ ലിളുമാത്തി ഖബ്രിഹി, തന്റെ ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് അവർക്ക് പ്രകാശം കിട്ടും. ഒരു റൂമിൽ തന്നെ വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി ഇരുന്നു കഴിഞ്ഞാൽ അതിന് ഇരുട്ട് നോക്കൂ,
പിന്നെ ആറടി മണ്ണിന്റെ അടിയിൽ ഉള്ള ആ ഇരുണ്ട ഒരു ഗ്രഹം, അവിടുത്തെ ഇരുട്ട് എത്രമാത്രം ശക്തമായിരിക്കും. എന്നാൽ അവിടെ പ്രകാശം കിട്ടുന്നതാണ് ഈ ദിനങ്ങളിൽ നോമ്പെടുത്താൽ. തന്റെ മീസാൻ എന്ന് പറയപ്പെടുന്ന തുലാസിൽ ഖനം തൂങ്ങുന്നതാണ് ഈ ദിവസത്തിലെ നോമ്പ്. നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ ശക്തമായ ഖനം തൂങ്ങുന്ന, ശക്തമായ ഭാരം തൂങ്ങുന്ന ഒരു അമലാണ് ഈ ദിവസത്തിലെ നോമ്പ്. ഈ ദിവസത്തിലെ നോമ്പിന് ആ മീസാനിൽ ഖനം കൂട്ടുവാനുള്ള ശക്തി ഉണ്ട് എന്ന്. വന്നജാത്തു മിൻ ദറകാതിഹി, തന്റെ അധപ്പതനത്തിൽ നിന്ന് മോചനം കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പല ആളുകളും എന്ത് ചെയ്താലും ഒരു പേർന്ന് കിട്ടൂല എന്ന് പറയും. എന്തെല്ലാം ചെയ്തു നോക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്, കച്ചവടമുണ്ട്, എന്നിട്ട് പേർന്ന് കിട്ടുന്നുണ്ട്, ഇപ്പോഴും കടം തന്നെ. 5-6 കൊല്ലായി, 5-8 കൊല്ലായി, 10-12 കൊല്ലായി തുടങ്ങിയിട്ട് ഇപ്പോഴും കടത്തുന്നത് പേർന്നിട്ടില്ല, ഇപ്പോഴും കടന്നില്ല, കടം കിട്ടും സാറായി കിട്ടിയില്ല. ഇങ്ങനെ പറയുന്ന എത്ര ആളുകളുണ്ട്. അല്ലെങ്കിൽ ജോലിയുണ്ട്, ശമ്പളം കിട്ടും, ഓരോ ഉയർച്ച കിട്ടില്ല, എപ്പോഴും ഓരോ പ്രശ്നത്തിൽ കിട്ടുന്ന പൈസ അങ്ങനെ ചെലവായി പോകുന്നെ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. വന്നജാത്തു മിൻ ദറകാതിഹി, തന്റെ അധോഗതിയിൽ നിന്നും അവനിക്ക് മോചനം കിട്ടും, തന്റെ അധപ്പതനത്തിൽ നിന്നും അവനക്ക് രക്ഷ കിട്ടും. അള്ളാഹുവിന്റെ രക്ഷാമാർഗം തുറന്നു തരും ഈ ദിവസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നോമ്പെടുത്താൽ. വസ്സുഊദു അലാ ദറജാതിഹി, അവന്റെ പദവികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊടുക്കും. വസ്ഊദു അലാ ദറജാതിഹി, അവന്റെ പദവികൾ അല്ലാഹു തആല പദവി ദറജ ഉയർത്തിക്കൊടുക്കും. ഇങ്ങനെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ അയ്യാമുൽ അശ്ർ അഥവാ ദുൽഹിജ്ജയുടെ ആദ്യ ദിനങ്ങളിൽ നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കും എന്ന് പറഞ്ഞ ഈ 10 കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഇനിയും ഈ ദിവസത്തിൽ ചെയ്യുവാനുള്ള അമലുകൾ, നോമ്പെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനിയും അള്ളാഹുവിന്റെ പ്രവാചകർ ഈ ദിവസത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്നങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വമാ ഖാലൽ അംബിയാഉ ഖബ്ലി ഫീ ഹാദിഹിൽ അയ്യാമിൽ അശ്റ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഞാനും എന്റെ മുമ്പുള്ള നബിമാരും ഈ 10 ദിനങ്ങളിൽ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള വാക്കാണ് ഞാനും എന്റെ മുമ്പുള്ള നബിമാരും ഈ 10 ദിവസങ്ങളിൽ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ ഈ ദിവസത്തിൽ നാം വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഈ ഹദീസ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മാമിൻ അയ്യാമിൻ, മറ്റൊരു ഹദീസ് നബിതങ്ങൾ പറയുന്നു, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലല്ലാഹി അൽ അമലു ഫീഹിന്ന മിൻ അയ്യാമിൽ അശ്ർ. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ഫഅക്സിറു ഫീഹിന്ന, അല്ലാഹു തആലാക്ക് ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന അമലിനോട് ശ്രേഷ്ഠമായ, അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ അമൽ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു, ഫഅക്സിറു ഫീഹിന്ന, ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക, അധികരിപ്പിക്കുക, മിനത്ത് തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീരി. തസ്ബീഹ് വർദ്ധിപ്പിക്കുക, സുബ്ഹാനല്ലാഹ്, വത്തഹ്മീദി അല്ലാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ്, വത്തഹ്ലീലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, വത്തക്ബീരി അല്ലാഹു അക്ബർ. തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് 4 അടങ്ങിയതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചൊല്ലുവാനുള്ള പ്രത്യേകമായ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ഈ ദിവസങ്ങളിൽ നാം വർദ്ധിപ്പിക്കണം. അത് ഫഅക്സിറൂ ഫീഹിന്ന, ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ദിവസങ്ങളിൽ ചൊല്ലുവാനുള്ള ദിക്റിനെ സംബന്ധിച്ച് ഇനിയും ധാരാളം പറയുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവൊക്കെ ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിൽ ഇങ്ങനെ ദിക്റും തക്ബീറും ചൊല്ലി നടക്കുമായിരുന്നുവെന്ന, വഴികളിലും അങ്ങാടികളിലും വെച്ചൊക്കെ ഇങ്ങനെ തക്ബീർ ചൊല്ലുമായിരുന്നുവെന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം. അന്നഹു കാന യുകബ്ബിറു, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തക്ബീർ ചൊല്ലുമായിരുന്നു ഫീ ജമീഇ അയ്യാമിൽ അശ്രി, ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ മുഴുവത്തിലും, അലാ ഫിറാഷിഹി വ മജ്ലിസിഹി, തന്റെ സദസ്സിലും തന്റെ വിരിപ്പിലുമൊക്കെ. സദസ്സിലിരുന്നുകൊണ്ടും വിരിപ്പിലിരുന്നുകൊണ്ടൊക്കെ ഇങ്ങനെ ധാരാളമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു തക്ബീർ ചൊല്ലുമായിരുന്നു. അപ്പൊ തക്ബീറും തഹ്ലീലും ഒക്കെ വർദ്ധിപ്പിക്കണം എന്നർത്ഥം. ബഹുമാനപ്പെട്ട ജാഫറും മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും മഹാത്മാക്കളും സ്വഹാബത്തും ഒക്കെ ഈ ദിവസങ്ങളിൽ ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബഹുമാനപ്പെട്ട ജാഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റഅയ്തു സാബിത്തൽ ബന്നാനി യഖ്തു ഹദീസഹു ഫീ അയ്യാമിൽ അശ്രി, സാബിത്തൽ ബന്നാനി എന്നിവരെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം അയ്യാമുൽ അശ്ർ അഥവാ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത്, ഹദീസ് പറയുന്ന സമയത്തുമൊക്കെ പെട്ടെന്ന് നിർത്തും. എന്നിട്ട് എന്താവും, അഥവാ ദിക്റിന്റെ സിയാനി ഫി മജ്ലിസി ദിക്ർ, ദിക്റിന്റെ സദസ്സൊക്കെ പെട്ടെന്ന് നിർത്തിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ചൊല്ലുകയും വഖാൽ അദ്ദേഹം പറയുകയും ചെയ്യുമായിരുന്നു, ഇന്നഹാ അയ്യാമുൽ ദിക്രി, ഈ ദിവസങ്ങൾ ദിക്റിന്റെ ദിനങ്ങളാണ്. ഹാക്കദാ കാനന്നാസ് യസ്നഊന, ജനങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ദിക്റിന്റെ സദസ്സിലൊക്കെ പെട്ടെന്ന് ദിക്റിന്റെ സദസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം തക്ബീർ ഉറക്കെ ചൊല്ലുകയും ഇത് ദിക്റിന്റെ ദിവസങ്ങളാണ് കേട്ടോ എന്നുള്ള ബോധനം നൽകുകയും ചെയ്യുമായിരുന്നു എന്നർത്ഥം. ജാഫർ റളിയല്ലാഹു പറയുന്നു, റഅയ്തു മാലിക് ഇബ്നു ദീനാരിൻ യഫ്അലു ഹക്കദാ, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ ഇതുപോലെ കാണാറുണ്ടായിരുന്നു എന്ന്. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കണം. തക്ബീർ, തഹ്ലീൽ, അതുപോലെ തന്നെ തസ്ബീഹ്, തഹ്മീദ് എന്നിവയൊക്കെ വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞതൊക്കെ. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയുവാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ ഈ ദിവസങ്ങൾ വളരെയധികം മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണെന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വിശേഷപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ദിവസത്തെ നാം അല്ലാഹു തആല ബഹുമാനിച്ച ഈ ദിവസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച ദിക്റുകളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളെ നാം പുണ്യകരമാക്കണം, നാം ഉപയോഗപ്പെടുത്തണം. ഇതിന്റെ പുണ്യങ്ങൾ നാം വാരിക്കൂട്ടണം. ഇത് കാരണം 2 ലോകത്തും നമ്മൾ രക്ഷപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നോമ്പിന്റെ കാര്യം ഓർമ്മയിലുണ്ടാവുക, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ. ഇത് ഈ ദിവസങ്ങൾ നമുക്ക് 100 പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുമോ? 200 പ്രാവശ്യമോ 500 പ്രാവശ്യമോ അതല്ല 5000 പ്രാവശ്യമോ അതല്ല 10000 പ്രാവശ്യമോ നമുക്ക് ഈ ദിവസങ്ങളിൽ ചൊല്ലാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരായി.
നമ്മുടെ കുടുംബത്തെ നാം അറിയിക്കുക, നമ്മുടെ കുടുംബത്തെ നാം അറിയിക്കുക, നമ്മുടെ ബന്ധപ്പെട്ടവരെ നാം അറിയിക്കുക. പ്രത്യേകിച്ചും ഗൾഫിലുള്ള ആളുകളാകുമ്പോൾ തന്റെ കുടുംബത്തിൽ ഈ വിഷയങ്ങളൊക്കെ വിളിച്ചറിയിച്ചാൽ അവർ ചെല്ലും. അവർക്ക് സമയമുണ്ടാകും. സമയമില്ലാത്ത നമ്മക്കല്ലേ, അവർക്കതിന് സമയം. ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമയമുണ്ട്. പിന്നെ സമയമില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു പെട്ടിയുണ്ട്, 24 മണിക്കൂറും 25 മണിക്കൂറുമാണ് ഈ പെട്ടി എല്ലാം ഓപ്പൺ ആയി കൊടുത്തോളും. അങ്ങനെ പെട്ടി വെച്ചവർക്കല്ലേ സമയം കിട്ടൂല. എങ്ങനെ ടൈം പാസിന് വേണ്ടി ഭാര്യമക്കൾക്ക് ഈ വിഷം വമിക്കുന്ന പെട്ടി വെച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം വിളിച്ചു പറയുന്നു, ദുൽഹിജ്ജയുടെ 10 ദിനങ്ങൾ ശ്രേഷ്ഠകരമാണ്, ഇന്ന ദിക്റൊക്കെ ചെല്ലണം എന്ന് പറയുമ്പോൾ അവിടുന്ന് ചിലപ്പോ മനസ്സുകൊണ്ട് മറുപടി പറയും, ഇന്ന സീരിയൽ വിശേഷപ്പെട്ടുകൊണ്ട് വിശേഷ ദിവസങ്ങളുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റൂല. മനസ്സുകൊണ്ട് പറയും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അവർക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ, അവരോട് പറയും വേണ്ട. ആ പെട്ടില്ലാത്ത വീട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയിപ്പ് കൊടുക്കാം. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, ഇന്നതൊക്കെ ദിക്ർ ചെല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുക? ഈ പെട്ടി വെച്ചു കൊടുക്കാത്ത വീട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. ഗൾഫുകാരോട് എന്തിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇതായിരുന്നാലും പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ചുരുക്കത്തിൽ ഇതുവരെ പറഞ്ഞതൊക്കെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ ചെയ്യുവാനുള്ള സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുമാണ്. ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ 9 എന്നീ ദിവസങ്ങൾ നോമ്പിന് അത്യധികം ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ ദുൽഹിജ്ജ 10, 11, 12, 13 ഈ ദിവസങ്ങൾ പെരുന്നാൾ ദിവസങ്ങൾ 10, 11, 12, 13 അയ്യാമത്ത് തശ്രീഖ് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ സൽക്കർമ്മങ്ങൾക്കെല്ലാം കൂടുതൽ പ്രതിഫലമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുവാൻ ഇപ്പോൾ സമയമില്ല. ഇൻഷാ അല്ലാഹ് ചുരുക്കത്തിൽ നമ്മളെല്ലാവരും നല്ല ദിവസങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്, നല്ല സമയങ്ങളാണ് ആഗ്രഹിക്കുന്നത്, 2 ലോകവും രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ആയതുകൊണ്ട് ഇത്തരം സമയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ല സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനും അവനും പഠിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായി കൊണ്ടുവരുവാനുള്ള തൗഫീഖും ആഫിയത്തും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. പല ആളുകളും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മുഹീദ്ദീൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ദീർഘായുസ്സും ആഫിയത്തും ശിഫയും അവന്റെ മഹബത്തിലൂടെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകുവാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യട്ടെ. നല്ലവരായിരിക്കുന്ന ആളുകൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ പിന്തുടർന്നുകൊണ്ട് അവസാനം വരെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദ് അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു തആല സഫലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ മുറാദ് അള്ളാഹു തആല ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബർക്കത്തോടെ സഫലമാക്കി തരട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസും അവന്റെ മഹബത്തിലൂടെ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹുകളാക്കി തരട്ടെ. മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. ദീനിനും ദുനിയാവിനും ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. നമ്മുടെ മക്കൾ പഠിക്കുന്ന എല്ലാ മേഖലകളിലും അവർക്ക് അല്ലാഹു തആല ഉന്നതമായ അഭിവൃദ്ധിയും വിജയവും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മക്കൾ കാരണം ഫളീഹത്താകുന്ന അവസ്ഥയെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മക്കൾ കാരണം രണ്ട് ലോകവും രക്ഷപ്പെടുന്ന അവസ്ഥ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അഭിമാനം വരുന്ന അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന്